എബ്രാം ഖുറേഷി ഇലുമിനാറ്റിയാണോ? എബ്രാം ഖുറേഷിയാണോ ഇലുമിനാറ്റി, അതോ പൃഥ്വിരാജ് സുകുമാരനാണോ? വന്ന് കേരളത്തിൽ പ്രവചന സിംഹങ്ങളെയാണ് ഇലുമിനാറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഇലുമിനാറ്റികൾ ഭാവി പ്രവചിക്കുന്നവരല്ല, ഭാവി നമുക്ക് വേണ്ട രീതിയിൽ നിർമ്മിക്കുന്നവരാണ്. ശരിക്കും എന്താണ് ഇലുമിനാറ്റി? 1776 ബ്രവേറിയൻ ആഡം വൈസ്ഹോപ്പ് തുടങ്ങിയ ഒരു രഹസ്യ സംഘടന അന്നത്തെ റാഡിക്കൽ ആശയങ്ങളായ റീസണിംഗ്, സെക്യുലറിസം, ആന്റി റിലീജിയസ് സെന്റിമെന്റ് എന്നിവ ഇരുട്ടിന്റെ മറവിലിരുന്ന് യൂറോപ്പിൽ മൊത്തവും പ്രചരിപ്പിക്കാൻ പ്രോപ്പഗാൻഡ ഇട്ടവർ. ഇന്ന് യൂറോപ്പിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഗതി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു എലീറ്റ് കോവർട്ട് ഓർഗനൈസേഷനായി അവർ മാറി എന്ന് പറയപ്പെടുന്നു. ഇതിനായി ഇപ്പോൾ ഇലുമിനാറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രോങ് ബിസിനസ് കണക്ഷൻസ് ഉള്ളവർ, പവർഫുൾ നെക്സസസ്, കലാ സാംസ്കാരിക മേഖലയിലുള്ളവർ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ 15ാമത്തെ വയസ്സിൽ കേരളത്തിൽ നെടുമ്പള്ളി എന്നൊരു ഗ്രാമത്തിൽ നിന്ന് കാണാതായ ഒരു പയ്യന് ഒറ്റയ്ക്ക് ഇലുമിനാറ്റി ആകാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. വിച്ച് ഇസ് വൈ ഇറ്റ് ഇസ് സേഫ് ടു സസ്പെക്ട് ദാറ്റ് എബ്രാം ഖുറേഷി ഒരാളല്ല, രണ്ടു പേരുടെ ഒരു നെക്സസ് ആവാം, രണ്ട് പ്രധാനികളുടെ. ഈ ഹരികൃഷ്ണൻസ് പോലെ ഇത് വെറും ഊഹാപോഹമാണെന്ന് പറയാൻ പറ്റേ. സിനിമയിൽ എവിടെയൊക്കെ ഈ പേര് സൂചിപ്പിക്കുന്നുണ്ടോ ഒഫീഷ്യൽ സബ്ടൈറ്റിലുകളിൽ ഈ പേര് ഹൈഫണേറ്റ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഒരാളുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും വേർതിരിക്കാൻ ഹൈഫൺസിന്റെ ആവശ്യമില്ല എന്ന് ChatGPT പറയുന്നു. ഒരുപാട് ക്ലൂസ് ഒളിഞ്ഞിരിക്കുന്ന ലൂസിഫറിന്റെ എൻ ക്രെഡിറ്റ്സിൽ പോലും എബ്രാം ഖുറേഷി ഏജൻസ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എബ്രാം ഖുറേഷീസ് ഏജൻസ് എന്നല്ല. വിച്ച് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് എബ്രാം ഖുറേഷി ഒരു പേഴ്സൺ അല്ല, ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ മോഹൻലാൽ എബ്രാം ഖുറേഷി എബ്രാം എന്ന് പറയുമ്പോഴൊക്കെ അത് ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്ന് പറയുന്നത് പോലെയല്ല, കൃഷ്ണൻ ഓഫ് ഹരികൃഷ്ണൻസ് എന്ന് പറയുന്നത് പോലെ. ഈ സിനിമയിൽ സ്റ്റീഫൻ ഇന്റർനാഷണൽ ത്രെട്ടുകൾ നേരിടുന്നു എന്നത് വളരെ ഓബ്വിയസ് ആണ്. ഉദാഹരണത്തിന് ഇന്റർപോൾ, ആ ഡ്രാഗൺ ഷർട്ട് ധരിച്ച ഏഷ്യൻ കാർട്ടൂൺ നേതാവ്. ഒരുപക്ഷെ ഒരുപാട് കാലം വിദേശത്ത് സമയം ചെലവഴിച്ചതിന് ശേഷം സ്റ്റീഫന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അയാൾ അത്ര ഓബ്വിയസ് ആക്കില്ല. ഏതായാലും എമ്പുരാന്റെ റിലീസോടുകൂടി ഇലുമിനാറ്റി നമുക്കൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത ചില പവർ സെന്റേഴ്സും മലയാളികൾക്ക് സുപരിചിതമാകും. കാത്തിരിക്കാം ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാനായി, അതോടൊപ്പം ഈ റീലിന്റെ 2ാം ഭാഗത്തിനായി. സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2.